എൻ്റെ റെക്കോർഡൊക്കെ മാത്രമല്ല ഞാനും ഒരു മണ്ടത്തരം ഗൈസ് കാണിച്ചു. ആൻഡ് നിങ്ങളിപ്പോൾ ഈ പുറകെ കാണുന്ന സാധനം കണ്ടാ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ തന്നതാണ്. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 30. ആൻഡ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഒരു വില്ലേജർ വീട് ഉണ്ടാക്കാൻ ഇരുന്നായിരുന്നു. അത് ഉണ്ടാക്കുകയും ചെയ്തു. ഞാനത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് പോയി. ആൻഡ് വേറെ കാര്യം, സ്റ്റോറേജ് റെഡിയാക്കാൻ വേണ്ടി ഗാലറിക്കകത്ത് പോയതാണ്. എന്നെ റെക്കോർഡർ ഫോൾഡറിനകത്ത് അത് കാണുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഗാലറിയിൽ നിന്ന് എടുത്ത് കളഞ്ഞാണ്. എൻ്റെ റെക്കോർഡറിനകത്തു നിന്നും പോയി. ഇനിയിപ്പോൾ എന്നെ ഇങ്ങനെ വേറെ ഒന്നും ചെയ്യാനില്ല ചോദിച്ചത്. അതുകൊണ്ട് നമ്മൾക്ക് എന്തായാലും ഞാൻ വിചാരിച്ചു എപ്പിസോഡ് ഇടുന്നുണ്ടാന്ന്. ഞാൻ വിചാരിച്ചു എപ്പിസോഡ് ഇടാതിരുന്നതിന് എനിക്ക് പ്രശ്നം. അതുകൊണ്ട് ഞാൻ എന്തായാലും എപ്പിസോഡ് ഇടാമെന്ന് വിചാരിച്ചു. ആൻഡ് ഞാനിത് കാണിക്കാൻ പോകുന്നത് ഈ വില്ലേജർ ബിൽഡർ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് പറയാൻ പോവാണ്. എനിക്ക് കാണിക്കുന്നൊന്നുമില്ല, കാണിക്കാനൊന്നും എനിക്കിനി വയ്യ. എത്ര നേരം എടുത്തിട്ട് ഈ വീട് ഉണ്ടാക്കിയെന്നാണ്. എന്നിട്ട് ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ ഗാലറിക്കകത്ത് നിന്ന് എടുത്ത് കളഞ്ഞു. വല്ലാത്തൊരു പണിയായിപ്പോയി. സോ ഗൈസ്, അയ്യോ എന്തോ പറ്റി. ഓക്കെ, സോ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഏരിയ എടുക്കുക. ആൻഡ് ഒരു 3 ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ 2 ബ്ലോക്ക്, ഇവിടെ 2 ബ്ലോക്ക്, ഇവിടെ 2 ബ്ലോക്ക്, 6 ബ്ലോക്കായി. ആൻഡ് 6 ബ്ലോക്കിൻ്റെ ഈ ഒരു താഴെ ഒറ്റ ബ്ലോക്ക് വെച്ചാൽ ഇവിടെ ആയിട്ട് ഒരു ബ്ലോക്ക് വെക്കുക. ആൻഡ് ആ ബ്ലോക്കിൻ്റെ മണ്ട ഒരു 3 ബെഡ് വെക്കുക. ആ ഒരു ബ്ലോക്ക് നിങ്ങൾ വെച്ച ബ്ലോക്ക് ഉണ്ടല്ലോ, അത് പൊട്ടിക്കുമ്പോൾ ഈ ബെഡ് പൊട്ടത്തില്ലായിരിക്കും. പക്ഷെ അവിടുത്തെ ആ 2 ബ്ലോക്ക് പൊട്ടിച്ച് കഴിയുമ്പം താഴെ ഒരു സ്പേസ് ഉണ്ടാവും, അവിടെ 3 ഇത് വെക്കുക. ആൻഡ് നിങ്ങൾ പിന്നെ ഒരു 9x9 ബ്ലോക്ക് കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 1 2 3 ആൻഡ് 1 2 3 ആൻഡ് ഒരു ബ്ലോക്കും കൂടെ അടിയിലോട്ട് കൊഴിക്കുക. ആൻഡ് ഈ ഒരു ബ്ലോക്കിൻ്റെ ഇവിടെ നിങ്ങളൊരു ബ്ലോക്ക് വെച്ചിട്ട് അവിടെ സ്ലാബ് വെക്കുക. ആ സ്ലാബ് 3 വർഷം പൊക്കുക. ആൻഡ് അവിടെ നിങ്ങൾ ഒരു ട്രാപ്പ് ഡോർ ഇങ്ങനെയൊക്കെ വെച്ച് നിങ്ങളെല്ലാം സെറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ ഉണ്ടാക്കി കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ വേണമെങ്കിൽ വേറൊരു ഷോർട്സ് ആയിട്ടോ എങ്ങനെയെങ്കിലും ആയിട്ടോ ഞാൻ ഇടാം. സോ ഞാനിത് ഉണ്ടാക്കി നോക്കി, വേറൊരു വേൾഡിൽ ഇത് ഉണ്ടാക്കി നോക്കി, ആ വേൾഡിൽ നിന്ന് ഈ ഒരു വേൾഡിനകത്തോട്ട്. അതുകൊണ്ട് എനിക്കറിയാം ഇത് 100% ഉറപ്പാണ്. പുതിയതായിട്ട് മൈൻക്രാഫ്റ്റ് കളിച്ച് ഉപകാരപ്പെടും. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഗ്ലാസ് ഒക്കെ വെക്കുക. ആൻഡ് അടിയിലത്തെ ബ്ലോക്ക് വെക്കണ്ട. ഇതുപോലെ നിങ്ങൾ മതിലൊന്നും കെട്ടണമെന്ന് പറയുന്നില്ല, ഫെൻസ് കെട്ടണം. ആൻഡ് നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു സെറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു ബ്ലോക്കിൽ നിങ്ങൾ ഓഫ് വാട്ടർ ഒഴിക്കുക. അത് നേരെ ഒഴുകി വരുന്ന സ്ഥലത്ത് നിങ്ങളിങ്ങനെ ബ്ലോക്ക് വെച്ച് വില്ലേജേഴ്സിനെ കൊണ്ടുവരുന്ന രീതിയിലാക്കുക. ആൻഡ് ഇതാണ് കമ്പോസ്റ്റർ ഉണ്ടാക്കാൻ നമ്മൾ സ്ലാബൊക്കെ വെച്ച് ഉണ്ടാക്കുക. ആൻഡ് 2 വില്ലേജസിനെ കൂടി കയറ്റുക. ക്യാരറ്റാണ് നല്ലത്. ക്യാരറ്റ് നിങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രീഡായി ബെഡിന് അങ്ങോട്ട് അറ്റാച്ച് ചെയ്യാൻ പോകുമ്പോൾ ഇവർ ഈ സ്ലാബ് ഉള്ളതുകൊണ്ട് വിചാരിക്കും ബ്ലോക്കാണ്. പക്ഷെ അത് ബ്ലോക്ക് ആയതുകൊണ്ട് അവർ നേരെ ഈ കുടിക്കാൻ അവിടുത്തെ വെള്ളം ഇവരെ ഒഴുക്കി നേരെ ഇങ്ങോട്ട് വരും. ആൻഡ് ഇവിടെ നിന്ന് ഇവരെല്ലാവരും വലുതാവും. അങ്ങനെ ഒരാൾ വലുതായിട്ടും ഉണ്ടായിരുന്നു. എന്നാ പറയാനേ, എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ഇതാണ് ഇവിടെ ഉണ്ടാക്കിയത്. കുറേ ദിവസം എപ്പിസോഡ് ഇടാത്തത് കാരണം ഞാനിവിടെ നല്ല ഗ്രൈൻഡിങ് ആയിരുന്നു. ഒരു ജസ്റ്റ് നടത്തുന്നില്ല. ഇത്രയും വുഡ് ജസ്റ്റ് ഞാൻ മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരു അയൺ ഫാം ഉണ്ടാക്കാൻ നോക്കി, നടന്നില്ല, ചമ്മിപ്പോയി. അതിന് നമ്മുടെ മോബ് ഫാം ഇവിടെ ഉണ്ട്.
എല്ലാം വർക്കിംഗ് ആണ്. പക്ഷേ എനിക്ക് ഈ വീട് നിങ്ങളെ ഉണ്ടാക്കുന്ന കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടൊരു എന്തായാലും വർക്കായി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം എന്തായാലും 3 വില്ലേജസ് വന്നിട്ടുണ്ട്. സന്തോഷമായി. സോ അപ്പോൾ എല്ലാവർക്കും കഴിച്ച് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.